പ്രണയത്തിന് കണ്ണില്ല. ആർക്കും ആരോടും പ്രണയം തോന്നാം. പ്രണയം പുരുഷന് സ്ത്രീയോട് തോന്നാം, സ്ത്രീക്ക് പുരുഷനോട് തോന്നാം. പുതിയ ലോകക്രമത്തിൽ പുരുഷന് പുരുഷനോട് പ്രണയം തോന്നുന്നതിനെ പോലും അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ പ്രണയത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് പറയുകയാണ് അമേരിക്ക, പ്രത്യേകിച്ച് ചൈനയോട്. അമേരിക്കക്കാരായ ചൈനയിലുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പുലർത്തണം എന്നാണ് നിർദ്ദേശം. ചൈനക്കാരുമായി പ്രണയത്തിൽ അകപ്പെടരുത്. അവരുമായി പ്രണയത്തിൽ അകപ്പെടരുത് എന്ന് മാത്രമല്ല, ലൈംഗിക ബന്ധം പുലർത്തരുത് എന്നുകൂടി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. ഇതിൽ കാരണമായി അവർ പറയുന്നത് ചൈന ഒരുപക്ഷെ അമേരിക്കൻ രഹസ്യങ്ങൾ ചോർത്താൻ ഈ വഴി ഉപയോഗിച്ചേക്കാം എന്ന ആശങ്ക കൊണ്ടാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ബീജിങ്ങിലുണ്ട്, ഹോങ്കോങ്ങിലുണ്ട്, ഷാങ്ഹായിലുണ്ട്. അങ്ങനെ പലയിടത്തും അമേരിക്കയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉണ്ട്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ പ്രണയക്കെണിയിലൊക്കെ കുരുക്കി അവരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ചൈനീസ് ഭരണകൂടം തട്ടിയെടുക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത്. കഴിഞ്ഞിടെ അമേരിക്ക അവിടെ നിന്ന് അവരുടെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനെ പിൻവലിച്ചിരുന്നു. അത് പ്രണയവുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. പക്ഷേ ആ ഉദ്യോഗസ്ഥൻ മടങ്ങി വരുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം അമേരിക്ക നൽകിയിട്ടുള്ളത്. ഇങ്ങനെ ആളുകളെ ഉപയോഗിച്ച് ചൈന അമേരിക്കൻ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി മുന്നോട്ട് വരികയാണ്. പീറ്റർ മാറ്റിസ് എന്ന ഒരു CIA ഒക്കെ പറ്റി പഠിക്കുന്ന ഒരു ഗവേഷകൻ പറയുന്നത്, അങ്ങനെ ഇതുവരെ ചൈന ഉപയോഗിച്ചതിന് തെളിവുകളൊന്നും ഇല്ല. പക്ഷെ നേരത്തെ അങ്ങനെ 2 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ അത് വളരെ വളരെ മുൻപാണ്. ഈ അടുത്ത കാലത്ത് അങ്ങനെയുള്ള പ്രണയക്കെണികളോ അതുവഴി രഹസ്യം ചോർത്തലുകളോ ചാരപ്പണികളോ ഒന്നും നടന്നതായി വിവരങ്ങൾ ഇല്ല. പക്ഷേ ഈ പുതിയ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കുറെ കൂടി ജാഗ്രത പുലർത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഈ വിഷയം ഈ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് അമേരിക്ക വളരെ ഗൗരവത്തിൽ എടുത്തിരുന്നു. അന്ന് ഈ സോവിയറ്റ് പൗരന്മാരുമായി അമേരിക്കക്കാർ പ്രണയത്തിലാകുന്നത്, അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒക്കെ വളരെ ഗൗരവത്തോടു കൂടിയാണ് അമേരിക് കണ്ടിരുന്നത്. സോവിയറ്റുകാർ അമേരിക്കൻ രഹസ്യങ്ങൾ ഇത്തരത്തിൽ ചോർത്തിയെടുക്കാൻ സാധ്യതയുണ്ട് എന്നവർ അന്ന് ഭയന്നിരുന്നു. 1991 മുൻപ് സോവിയറ്റ് റഷ്യയിലും അതുപോലെ സോവിയറ്റ് റഷ്യ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിലും അമേരിക്ക വളരെ ഗൗരവത്തോടു കൂടിയാണ് കാര്യങ്ങൾ നീക്കിയിരുന്നത്. അന്ന് ആ പ്രദേശങ്ങളിൽ ഉള്ളവരുമായി പ്രണയത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പാടില്ലാത്ത കാര്യമായി അന്ന് വ്യക്തമാക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ശക്തമായ നിലപാടാണ് അന്ന് അമേരിക്ക സ്വീകരിച്ചിരുന്നത്. അന്ന് ചൈനയോടും സമാനമായ ഒരു നിലപാട് തന്നെയാണ് അമേരിക്ക സ്വീകരിച്ചിരുന്നത്. ചൈനീസ് പൗരന്മാരുമായി പ്രണയത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള ബന്ധം വെച്ച് പുലർത്തുക തുടങ്ങിയ കാര്യങ്ങൾ അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് സൂക്ഷിച്ചു വേണം എന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. അപ്പോൾ അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സുരക്ഷാ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അവരേതെങ്കിലും കാരണവശാൽ അന്നത്തെ സോവിയറ്റ് യൂണിയനിലോ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ചൈനയിലോ ഒക്കെ പോകേണ്ടി വരുമ്പോൾ അവിടെയുള്ള മറ്റാളുകളുമായി പ്രണയത്തിലാകാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും 1991 ശേഷം അതിലൊക്കെ കാര്യമായ ഇളവ് വന്നു. പിന്നീട് അമേരിക്കക്കാർ ചൈനക്കാരെ വിവാഹം കഴിക്കുന്നതിലൊന്നും അല്ലെങ്കിൽ പ്രണയത്തിൽ ഏർപ്പെടുന്നതിലൊന്നും പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ആ സാഹചര്യം വീണ്ടും അവർ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇല്ല, അതുകൊണ്ട് റഷ്യ ആ പ്രശ്നത്തിൽ വരുന്നില്ല. എങ്കിലും ചൈനയെ വളരെ വളരെ സംശയത്തോടു കൂടി തന്നെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. അപ്പോൾ നിലവിൽ ആരെങ്കിലും ഇത്തരത്തിൽ പ്രണയത്തിലായിട്ടുണ്ടെങ്കിൽ അവരാ കാര്യം അമേരിക്കൻ ഭരണകൂടത്തെ അറിയിക്കണം, അതിന് ആവശ്യമായ ഇളവുകൾ വാങ്ങിക്കണം എന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ ഈ US അംബാസിഡർ നിക്കോളസ് ബേൺ ചൈനയിൽ നിന്ന് ഈ അടുത്ത് പോയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത്. അപ്പോൾ നേരത്തെ പ്രണയത്തിലുള്ളവർ അത് ഇളവ് തങ്ങൾക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുക വേണം. ഈ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിക്കും. ഒരുപക്ഷെ ആ അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ, സർക്കാർ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ, ആ പ്രണയബന്ധം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇളവ് കിട്ടിയേക്കാം, കിട്ടിയില്ലെങ്കിൽ അത് തുടരാൻ കഴിയില്ല.
അല്ലെങ്കിൽ ആ അമേരിക്കൻ സർക്കാരിൻ്റെ ആ ജോലി ഉപേക്ഷിച്ച് അവർ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നതാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊരു കാരണം, ഇതിൻ്റെ കാരണം എന്താണ് എന്ന ചോദ്യം ഉയരുകയാണ്. അപ്പോൾ അതിന് ഒരു ന്യായീകരണമായി അവർ പറയുന്നത്, ഈ അമേരിക്കൻ ആളുകൾ അവിടെ ചെന്ന് ചൈനീസ് പൗരന്മാരുമായി പ്രണയത്തിലാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ നയതന്ത്ര രഹസ്യങ്ങൾ അവർക്ക് കിട്ടും. ചൈന ചാരന്മാരെ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ സാധാരണ പൗരന്മാരെ വിവരങ്ങൾ അറിയാൻ അവർ വലിയ പീഡനങ്ങൾക്ക് വിധേയമാക്കുന്ന രീതിയുണ്ട് എന്നാണ് അമേരിക്കക്കാർ ആരോപിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനുമായി പ്രണയമോ ബന്ധമോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയോ അല്ലെങ്കിൽ പീഡനങ്ങൾക്ക് വിധേയമാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അത് താങ്ങാനാകില്ല. സ്വാഭാവികമായും ആ വിവരങ്ങൾ അവർ അപ്പോൾ പുറത്തു പറയും എന്നതാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ മറ്റു പല രാജ്യങ്ങളിലും ആ പ്രശ്നമില്ല. പൗരന്മാരെ അനധികൃതമായി പിടിച്ചുകൊണ്ടുപോകാനോ പീഡിപ്പിക്കാനോ ഒന്നും ഭരണകൂടത്തിന് അധികാരമില്ല. ചൈനയിൽ അതൊക്കെ സാധ്യമാണ് എന്ന് അമേരിക്ക ആരോപിക്കുന്നു. ഇത് എത്ര കണ്ട് വാസ്തവമാണ് എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നുമില്ല. പക്ഷേ അമേരിക്ക വളരെ വളരെ സംശയത്തോടു കൂടി ചൈനയെ നോക്കിക്കാണുന്നു എന്നത് ഒരു പുതിയ ലോകക്രമത്തിൻ്റെ വരവാണോ എന്ന് പലരും സംശയിക്കുകയാണ്. കാരണം അമേരിക്ക ഇപ്പോൾ പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ചൈനയ്ക്ക് നേരെ ആദ്യം ഒരു 20% അധിക തീരുവ പ്രഖ്യാപിച്ചു. അതിൻ്റെ കൂടെ ഇപ്പോൾ 34% അധിക തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 54%-ഓളം അധിക തീരുവ എന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. അത് പിൻവലിക്കണമെന്ന ആവശ്യം ചൈന മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ അമേരിക്കയും അതുപോലെ ചൈനയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല പോകുന്നത് എന്ന സംശയങ്ങൾ ഉടലെടുക്കുകയാണ്. അത് കൂടുതൽ വഷളാകും എന്ന സംശയവും വരികയാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ് അമേരിക്ക പ്രണയബന്ധങ്ങളെ തടയുന്നത്. അപ്പോൾ മനുഷ്യർ തമ്മിൽ പ്രണയിക്കുന്നതിന് ഒരുപക്ഷെ കാരണങ്ങൾ എന്താണെന്ന് ആളുകൾക്കറിയില്ല. അത് ഒരാൾക്കൊരാളോട് തോന്നുന്ന ഇഷ്ടമാണ്. അത് അമേരിക്കക്കാരന് ചൈനക്കാരിയോട് തോന്നാം, ചൈനക്കാരന് അമേരിക്കക്കാരിയോട് തോന്നാം. അങ്ങനെ ആളുകൾക്ക് തമ്മിൽ പ്രണയം തോന്നാം. പക്ഷേ അത് രാജ്യ താല്പര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം എന്ന് അടിവരയിടുകയാണ് അമേരിക്ക.